ഓക്കെ, ഹലോ എവരിവൺ. നമ്മളങ്ങനെ രണ്ടാമത്തെ പാർട്ടിലേക്ക് പോവാണ്. പാർട്ണർഷിപ്പ് അക്കൗണ്ടിങ്ങിൻ്റെ രണ്ടാമത് പറഞ്ഞേക്കുന്ന ടോപ്പിക്ക് അക്കൗണ്ട്സ്. എന്തൊക്കെ അക്കൗണ്ടുകളാണ് നമുക്ക് പാർട്ണർഷിപ്പ് അക്കൗണ്ടിങ്ങിൻ്റെ അകത്ത് പഠിക്കാനുള്ളത് എന്നുള്ളതാണ് രണ്ടാമത് വന്നിരിക്കുന്ന ഒരു ചോദ്യം. അപ്പോൾ പാർട്ണർഷിപ്പ് അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ബേസിക് ഐഡിയ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. നമ്മൾ ഇനി നോക്കാൻ പോകുന്നതാണ് എന്താണ് ഈ പാർട്ണർഷിപ്പ് അക്കൗണ്ടിങ് അല്ലെങ്കിൽ പാർട്ണർഷിപ്പ് ബിസിനസ്സിൻ്റെ അക്കൗണ്ടുകൾ വരയ്ക്കുക എന്ന് പറയുമ്പോൾ എന്തൊക്കെ ടൈപ്പ് അക്കൗണ്ടുകൾ അതിൻ്റെ അകത്ത് വരാം എന്നുള്ളതാണ്. ഏറ്റവും ആദ്യം നമ്മൾ പറയേണ്ട കാര്യം ക്യാപിറ്റൽ അക്കൗണ്ട് തന്നെയാണ്. ഓർക്കുക, എന്താണ് ഈ ക്യാപിറ്റൽ അക്കൗണ്ട്? പലർക്കും അറിയത്തില്ല കേട്ടോ. വേറൊരു കോമഡിയാണ്. എന്താണ് ഈ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുന്നത്? വലിയൊരു കഥ പറയേണ്ടി വരും എൻ്റെ പിന്നിൽ. പലർക്കും അറിയില്ല. പലപ്പോഴും ഞാൻ പല ക്ലാസ്സുകളും പഠിപ്പിച്ചപ്പോൾ ഞെട്ടിപ്പോയൊരു കാര്യമാണ്. ഞെട്ടേണ്ട ആവശ്യമില്ല ഒരു കണക്കിന് പറഞ്ഞാൽ. നമ്മളൊരു പഠിപ്പിക്കുന്ന സിസ്റ്റത്തിൻ്റെ അകത്ത് അതെന്താണെന്ന് പറഞ്ഞ് പോകുന്നില്ല പ്രോപ്പറായിട്ട്. ശരിക്കും നിങ്ങളിപ്പോൾ ഒന്ന് ആലോചിച്ച് നിങ്ങളുടെ മനസ്സിൽ എന്താ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് കേൾക്കുമ്പോൾ വരുന്നത്? ഒന്ന് മാറി ചിന്തിക്കേണ്ടതുണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ട് എന്തുകൊണ്ടാണ് ലൈബിലിറ്റി ആവുന്നത്? അത് നിങ്ങൾക്കറിയാം. ബിസിനസ് എൻറ്റിറ്റി എന്നൊരു കോൺസെപ്റ്റ് ഉണ്ടല്ലേ. ഞാനത് അറിയാമെന്നുള്ളവർ അറിയാത്തവരും കാണും. അതുകൊണ്ട് ഞാനതൊന്ന് വ്യക്തമാക്കി പറയാണ്. ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഒരു ബിസിനസ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുന്നത് അക്കൗണ്ടിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഒരു ബിസിനസ്സിലെ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുന്നത് ആരാണോ ആ ബിസിനസ്സിൻ്റെ ഓണർ, ഒരാളാവാം, 2 പേരാവാം, 10 പേരാവാം, ദാറ്റ് ഡസൻറ്റ് മാറ്റേഴ്സ്. ഒരു ഓണറിന് അയാളുടെ ബിസിനസ്സിന്മേൽ എന്തുമാത്രം അവകാശമുണ്ട് ഇൻ ടേംസ് ഓഫ് മണി, സാമ്പത്തികമായിട്ട് നോക്കുമ്പോൾ എന്തുമാത്രം ക്ലെയിം ചെയ്യാനുള്ള അവകാശം ഒരു ഓണറിന് ഒരു ബിസിനസ്സിൻ്റെ മേലുണ്ട്, അതിനെ സൂചിപ്പിക്കുന്ന അക്കൗണ്ടാണ് ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ബാലൻസ് എന്താ കാണിക്കുന്നത്? എല്ലാ അക്കൗണ്ടിൻ്റെ ബാലൻസിന് അർത്ഥമുണ്ട്, പർപ്പസ് ഉണ്ട്. നമ്മൾ വെറുതെ ഈ ഒഴുക്കിൻ്റെ കൂടെ പഠിച്ച് പോകരുത്. യൂസ് ഉണ്ട് അതിന്. എന്തിനാണ് ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കുന്നത്? ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ബാലൻസ്, ഒരാളുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ബാലൻസ് 10 ലക്ഷം രൂപ വന്നു എന്ന് വിചാരിക്കുക. ആ ബിസിനസ്സിന് 3 കോടി രൂപയുടെ അസറ്റുണ്ട്. 3 കോടി രൂപയുടെ അസറ്റുള്ള ബിസിനസ്സിന് ഒരു ഓണറിൻ്റെ ക്യാപിറ്റൽ എത്രയാണ്? 10 ലക്ഷം രൂപയാണ് അയാളുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ബാലൻസ് കാണിക്കുന്നത്. അതിനർത്ഥം എന്താ? 3 കോടിയല്ല 10 കോടി അവർക്ക് ഉണ്ടായിക്കോട്ടെ, ആ ബിസിനസ്സിന്മേൽ ഈ പറഞ്ഞ ഓണറിന് എത്ര രൂപ ചോദിച്ചെടുത്തുകൊണ്ട് പോകാനുള്ള അവകാശമുണ്ട്? 10 ലക്ഷം രൂപ. മനസ്സിലായില്ലേ? അപ്പോൾ അയാൾക്ക് ഈ ബിസിനസ്സിന്മേലുള്ള ക്ലെയിമാണ്. അയാൾ ഇതിലേക്ക് നടത്തി ഇൻവെസ്റ്റ്മെൻറ്റിനെയാണ് നമ്മൾ എന്തായിട്ട് കാണിക്കുന്നത്? ക്യാപിറ്റൽ അക്കൗണ്ടായിട്ട് കാണിക്കുന്നത്. ആ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അയാളുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ബാലൻസ് എന്താ കാണിക്കുന്നത്? അയാൾക്ക് നമ്മുടെ ബിസിനസ്സിന് മേൽ എന്തുമാത്രം അവകാശമുണ്ട്, അയാൾ എന്തുമാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ടെന്നുള്ള കാര്യമാണ് ഇവിടെ കാണിക്കുന്നത്, ഒരു ക്യാപിറ്റൽ അക്കൗണ്ട് കാണിക്കുന്നത്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു പാർട്ണർഷിപ്പ് അക്കൗണ്ട് എന്ന് പറയുന്നത്, പാർട്ണർഷിപ്പ് ബിസിനസ് എന്ന് പറയുന്നത് ഒന്നിലധികം ആൾക്കാർ ചേർന്ന് നടത്തുകയാണ്. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കും? ഒന്നിലധികം എന്ത് വരണം? ക്യാപിറ്റൽ അക്കൗണ്ട് വരണം. അപ്പോൾ ഓണേഴ്സിൻ്റെ എണ്ണം എത്ര വരെ കൂടാം? 20 വരെ പോകാം. വീണ്ടും ഓർക്കുക, മാക്സിമം നമ്പർ ഓഫ് ഓണേഴ്സ് അല്ലെങ്കിൽ പാർട്ട്നേഴ്സിൻ്റെ പാർട്ണർഷിപ്പ് ബിസിനസ് ഇസ് 20. സാധാരണ ബിസിനസ്സിൻ്റെ 20യും ബാങ്കിങ് ആണെങ്കിൽ 10 പേരേ പാടുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളെ വിഷയം അതല്ല, എത്ര പേരായിക്കോട്ടെ, ആ ഓരോ ഓണേഴ്സിന് എന്ത് കാണണം? ഓരോ ക്യാപിറ്റൽ അക്കൗണ്ട് കാണണം. C1, C2, C3 എന്ന് ഞാൻ ജസ്റ്റ് ഇടുന്നു. അപ്പോൾ n നമ്പർ ഓഫ് ഓണേഴ്സ് ഉണ്ടെങ്കിൽ n നമ്പർ ഓഫ് ക്യാപിറ്റൽ അക്കൗണ്ട് വരും. മനസ്സിലായില്ലേ? എന്തിനാ? ഓരോ ഓണറിന് എന്തുണ്ട്? ഈ ബിസിനസ്സിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ട്. ഓരോ ഓണറിനും ഈ ബിസിനസ്സിന് മേൽ ക്ലെയിം ഉണ്ട്, അല്ലെങ്കിൽ ഈ ബിസിനസ്സിന് മേൽ അങ്ങോട്ട് പണം ആവശ്യപ്പെടാനുള്ള, അല്ലെങ്കിൽ അവർക്ക് അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് തിരിച്ചിട്ടണമെന്ന് ചോദിക്കാനുള്ള അവകാശമുണ്ട്. ആ അവകാശത്തെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് എന്ത് വരണം? അക്കൗണ്ടുകൾ വരണം. അതാണ് ഓരോ ഇൻഡിവിജ്വലിൻ്റെയും ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ടു ബിഗിൻ വിത്ത് നമുക്ക് എന്ത് പറയണം? ക്യാപിറ്റൽ അക്കൗണ്ടുകളാണ് നമ്മൾ പാർട്ണർഷിപ്പ് അക്കൗണ്ടിങ് വയ്ക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്താണ് പ്രത്യേകത? ഓരോ ഓണറിനും ഓരോ ക്യാപിറ്റൽ അക്കൗണ്ട് കാണും. ഇനി ക്യാപിറ്റൽ പറയുമ്പോൾ നമുക്ക് അതിനോട് ചേർന്ന് പറയാൻ പറ്റുന്നൊരു സാധനമാണ്, നിങ്ങൾക്കൊക്കെ ഓർമ്മ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു, ഡ്രോയിങ്സ് എന്ന് പറയും. ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ എല്ലാ ഡ്രോയിങ്സ് അക്കൗണ്ടിൽ വരത്തില്ല. എന്ത് മാത്രമേ വരത്തുള്ളൂ? ഓണർ ബിസിനസ്സിൽ നിന്ന് എടുത്തുകൊണ്ട് പോകുന്നത്, അത് പണമായിക്കോട്ടെ, പണത്തിൻ്റെ മൂല്യമുള്ള സാധനങ്ങളായിക്കോട്ടെ, നമ്മൾ എങ്ങോട്ടാണ് കാണിക്കുന്നത്? ഡ്രോയിങ്സ് അക്കൗണ്ടിലേക്കാണ് കാണിക്കുന്നത്. അപ്പോൾ എന്തിനാണ് ഡ്രോയിങ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്? ഓണർ ബിസിനസ്സിൽ നിന്ന് അയാളുടെ പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട്, അയാൾ ബിസിനസ് യൂസിന് വേണ്ടിയിട്ടാണെങ്കിൽ നമ്മൾ വെളിയിൽ പോകേണ്ട ആവശ്യമില്ല, വേറെ എക്സ്പെൻസായിട്ട് കാണിക്കേണ്ട ആവശ്യമില്ല. അയാളുടെ പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട്
പൈസയാവാം, എന്തെങ്കിലും സാധനമാവാം എടുത്തുകൊണ്ട് പോകുന്നുണ്ടെങ്കിൽ അതിനെല്ലാം നമ്മൾ എന്തായിട്ട് കാണിക്കണം? ഡ്രോയിങ്സ് എന്ന് കാണിക്കണം. അപ്പോൾ നമുക്കിവിടെ ഒരുപാട് ഓണേഴ്സ് ഉണ്ട്. അവർ പലരും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ മാർജിൻ ഫ്രീ സൂപ്പർ മാർക്കറ്റൊക്കെ ഷെയറിലിടുന്ന ആൾക്കാരുണ്ട്. അവരെന്ത് ചെയ്യും? അവർ സൂപ്പർ മാർക്കറ്റ് ഇട്ടിട്ട് സാധനം അപ്പുറത്തെ കടയിൽ പോയി വാങ്ങിക്കും? ഒരിക്കലുമില്ല. അവർ ആ മാർജിൻ ഫ്രീ തന്നെയായിരിക്കും എടുത്തുകൊണ്ട് പോകുന്നത്. എടുത്തുകൊണ്ട് പോകുന്നതിന് ഒരു ബില്ല് ഇട്ടിട്ട് ഇവർ എന്ത് ചെയ്യുന്നറിയോ? ഇവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഡ്രോയിങ്സ് ആയിട്ട് കാണിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ അവർക്ക് ചോദിക്കാനുള്ള അവരുടെ ക്ലെയിം കുറയുന്നേ ഉള്ളൂ, പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ പോകുമ്പോൾ അതൊരു പ്രോപ്പർ സിസ്റ്റം ആയിരിക്കും. അല്ല ഓണർ ആണെന്ന് പറഞ്ഞ് അവൻ എടുത്തുകൊണ്ട് പോകാൻ അനുവദിച്ചാൽ പിന്നെ അവിടെ തർക്കവും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അല്ലേ? നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ പാർട്ണർഷിപ്പ് നിങ്ങൾ എല്ലാവരും കൂടെ ഒരു പിസ വാങ്ങുന്നു. നിങ്ങളൊരു 3 പേര് അല്ലെങ്കിൽ 4 പേര് പൈസ ഇട്ടൊരു പിസ വാങ്ങുമ്പോൾ 4 പേര് പൈസ ഇട്ട് പിസ വാങ്ങുമ്പോൾ എന്താ നമുക്കറിയാം, അത് 4 ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്ത് 4 പേർക്കും കൊടുക്കാം. അല്ല അങ്ങനെ ഒന്നും വേണ്ട, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ വീതിച്ചെടുക്കുമെന്ന് പറയേണ്ട ആവശ്യം അവിടെ ഉണ്ടോ? പറഞ്ഞു കഴിഞ്ഞാൽ സുഹൃത്തുക്കളാണെന്നൊക്കെ പറഞ്ഞാൽ അവസാനം അടിയുമ്പോഴൊക്കെ ആവില്ലേ? അത് ഒഴിവാക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? നമുക്കൊരു പ്രോപ്പർ സിസ്റ്റം വയ്ക്കാം. അതുപോലെയാണ് ഡ്രോയിങ്സ് അക്കൗണ്ട് എന്നൊരു സിസ്റ്റം ഉള്ളത്. എന്തിനാ? നിങ്ങൾ എടുത്തുകൊണ്ട് വയ്ക്കോ, ഒരു കുഴപ്പമില്ല. ബിസിനസ്സിൽ നിങ്ങൾ ആവശ്യത്തിന് സാധനം എടുത്തുകൊണ്ട് വയ്ക്കോ, പൈസ വേണം പൈസ എടുത്തുകൊണ്ട് വയ്ക്കോ, എല്ലാം ഇവിടെ കുറയും. നിങ്ങൾക്ക് ബിസിനസ്സിന് മേലുള്ള ക്ലെയിം അവിടെ കുറഞ്ഞിട്ടിരിക്കുകയാണ്. ബിസിനസ്സിൻ്റെ അടുത്ത് പിന്നെ ഒന്ന് പൈസ ചോദിക്കാൻ പോകുമ്പോൾ നിങ്ങൾ ഡ്രോ ചെയ്തത് കുറച്ചിട്ട് ബാക്കി ചോദിക്കാൻ പറ്റത്തുള്ളൂ. മനസ്സിലായില്ലേ? അങ്ങനെ എന്ത് കൊടുക്കുന്നുണ്ട്? ഈ പറഞ്ഞ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് കീപ്പ് ചെയ്യുന്നുണ്ട്. ഓരോരുത്തർക്കും കാണാം. എന്തിനു വേണ്ടിയിട്ടാണ്? അവരവരെടുക്കുന്ന ഡ്രോയിങ്സ് എല്ലാം അവിടെ റെക്കോർഡാവുന്നുണ്ട്, ക്യാപിറ്റലിൽ നിന്ന് കുറയ്ക്കുന്നുണ്ടാവും. പിന്നെ ഇത് രണ്ടിനും കോമൺ ആയിട്ട്, ക്യാപിറ്റൽ അക്കൗണ്ടിനും ഡ്രോയിങ്സ് അക്കൗണ്ടിനും കോമൺ ആയിട്ടൊരു സാധനം വരും, ഇൻട്രസ്റ്റ് അക്കൗണ്ട്. അതായത് എല്ലായിടത്തും ഇല്ല കേട്ടോ, ചില പാർട്ണർഷിപ്പിലുകൾ മാത്രമേ ഉള്ളൂ. ഈ ക്യാപിറ്റലിനും ഇൻട്രസ്റ്റ് ഉണ്ടാവും, ഡ്രോയിങ്സിനും ഇൻട്രസ്റ്റ് ഉണ്ടാവും. അതായത് ക്യാപിറ്റലിന് എന്ത് ചെയ്യും? ക്യാപിറ്റൽ എന്താണെന്നറിയാമല്ലോ, നമ്മുടെ ബിസിനസ്സിലേക്ക് ഓണർ നടത്തുന്ന ഇൻവെസ്റ്റ്മെൻറ്റാണ്. ഈ നടത്തിയ ഇൻവെസ്റ്റ്മെൻറ്റിന് എല്ലാ വർഷവും ഇത്ര ശതമാനം പലിശ കൊടുക്കുന്നുണ്ടാവും. ഒരു 8% പലിശ എല്ലാ വർഷവും കൊടുക്കാം. ഒരു ഡീഡ് ഉണ്ടാക്കുമല്ലോ. ഓർക്കുക, പാർട്ണർഷിപ്പ് ഡീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവർ തമ്മിലുള്ള എല്ലാ കരാറുകളും എല്ലാ നിർദ്ദേശങ്ങളും രേഖകളും പറഞ്ഞുണ്ടാക്കുന്ന ഒരു കരാറാണ്. ആ കരാറിനകത്ത് പറഞ്ഞിട്ടുണ്ടാവും എന്താണ്? ഈ ക്യാപിറ്റൽ എന്ന രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റായിട്ട് പലരും പൈസ കൊണ്ടുവന്നല്ലോ. ഈ പൈസ കൊണ്ടുവന്ന ഈ ബിസിനസ്സിൻ്റെ ഓണേഴ്സിന്, പാർട്ട്നേഴ്സിന് എന്ത് കൊടുക്കാം? എല്ലാ വർഷവും ഇത്ര ശതമാനം പലിശ, അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയാണോ അതിൻ്റെ ഒരു 8% പലിശ അങ്ങോട്ട് കൊടുക്കാം എന്നൊരു കരാറ് ചിലർ വയ്ക്കാറുണ്ട്. ആ സിറ്റുവേഷനിൽ എന്ത് കൊടുക്കൂടാ? ഇൻട്രസ്റ്റ് കൊടുക്കും ക്യാപിറ്റലിന്. പക്ഷേ നേരെ തിരിച്ച് സംഭവിക്കാം. ഇവരെന്ത് ചെയ്യുന്നുണ്ട്? ഡ്രോയിങ്സ് ചെയ്യുന്നുണ്ടല്ലോ. ഇവർ ചെയ്യുന്ന ഡ്രോയിങ്സിന് എന്ത് കൊടുക്കാം? ഇൻട്രസ്റ്റ് കൊടുക്കാം. അപ്പോൾ ആരായിരിക്കും ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടത്? നോക്കിയോ, ഓണറും ഉണ്ട്, ബിസിനസ്സും ഉണ്ട്. ഓണർ ബിസിനസ്സിലേക്ക് എന്ത് കൊടുക്കുന്നു? ക്യാപിറ്റൽ കൊടുക്കുന്നു. അപ്പോൾ ബിസിനസ് എന്ത് ചെയ്യും? വർഷാവർഷം ഈ ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ്, ഒരു എഗ്രിമെൻറ്റിൽ പറയുന്നുണ്ടെങ്കിൽ മാത്രം ഈ ക്യാപിറ്റലിന് ഒരു ഇൻട്രസ്റ്റ് അങ്ങോട്ട് കൊടുക്കും. ഇതേപോലെ എന്ത് ചെയ്യാം? ഓണറും ബിസിനസ് നിൽക്കുന്നു. ബിസിനസ്സിൽ നിന്ന് ഓണർ എന്ത് ചെയ്തുകൊണ്ട് പോകുന്നു? ഡ്രോയിങ്സ് ചെയ്തുകൊണ്ട് പോകുന്നു. അവർ നടത്തിയ ഡ്രോയിങ്സിന് എന്ത് ചെയ്യാം? ബിസിനസ്സിന് അങ്ങോട്ട് ഇൻട്രസ്റ്റ് കൊടുക്കാം. അത് ആ ഡ്രോയിങ്സ് നിരുത്സാഹപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ളൊരു ടെക്നിക്കാണ്. മനസ്സിലായല്ലേ? അപ്പോൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞൊരു അക്കൗണ്ടും കൂടെ വരാം. അത് എവിടേക്ക് വരാം? ഈ പറഞ്ഞ പോലെ രണ്ടിടത്തും വരാം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ വരാം, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് വരാം. ഇതേ നേച്ചറിൽ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിൻ്റെ അതേ നേച്ചറിൽ വേറൊരു സാധനം വരാം. ചില പാർട്ണർഷിപ്പ് ഫേമുകൾ എന്ത് ചെയ്യും? ഇവർക്ക് ലോൺ കൊടുക്കും. ആർക്കാണ്? നമ്മുടെ ഓണേഴ്സിന്, പാർട്ട്നേഴ്സിന്. എന്നിട്ട് അവരുടെ ലോണിന് മേലെ എന്ത് ചെയ്യും? ഈ പറഞ്ഞ പോലെ എന്ത് കൊടുക്കും? ഇൻട്രസ്റ്റ് അങ്ങോട്ട് കമ്പനിയിലേക്ക് അടയ്ക്കണം, ഇൻട്രസ്റ്റോടുകൂടി തിരിച്ചടയ്ക്കണം എന്നൊക്കെ പറയും. അതൊക്കെ സിറ്റുവേഷനിലാണ്. ഞാൻ പിന്നെ നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള അക്കൗണ്ടുകളൊന്ന് പരിചയപ്പെടുത്തുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട. പ്രാക്ടിക്കൽ വെർഷനിലേക്ക് നമ്മൾ പോകുന്നുണ്ട്, ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞ മൂന്നാമത്തെ ടൈപ്പ് ഓഫ് അക്കൗണ്ട് ഇൻട്രസ്റ്റ് അക്കൗണ്ട്. അപ്പോൾ ഓണേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ഉണ്ട്, ഓണേഴ്സ് ഡ്രോ ചെയ്യുന്നത് പറയാൻ ഡ്രോയിങ്സ് അക്കൗണ്ട് ഉണ്ട്, ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഉണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ വരാം, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് വരാം, ഇൻട്രസ്റ്റ് ഓൺ ലോൺ വരാം. 3 സിറ്റുവേഷനിലും ഇൻട്രസ്റ്റിൻ്റെ അക്കൗണ്ടുകൾ വരാം. ഇനിയുള്ളത് കറണ്ട് അക്കൗണ്ട് ഉണ്ട്. ഞാനതിപ്പോൾ പറയുന്നില്ല, അതിൻ്റെ റെലവൻസ് എത്തുന്ന സ്ഥലത്ത് ഞാൻ പറയാം. പ്രാക്ടിക്കൽ വെർഷനിൽ പറയാൻ പേടിക്കേണ്ട. പിന്നെ നിങ്ങൾ അറിയേണ്ട ഒരു സാധനമാണ് P&L, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. എല്ലാവർക്കും അറിയാമല്ലോ. അതിൻ്റെ വേറൊരു വെർഷനാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്പോർഷൻ അക്കൗണ്ട്. നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പാർട്ണർഷിപ്പിനകത്ത് എന്ത് കാണും? ഒരു റേഷ്യോ കാണും. ഈ റേഷ്യോയിലായിരിക്കും ഇവരുടെ പ്രോഫിറ്റും ലോസും ഒക്കെ എന്ത് ചെയ്യുന്നത്? പാർട്ട്നേഴ്സിൻ്റെ ഇടയിൽ ഷെയർ ചെയ്യുന്നത്. ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്.
ഫോർ എക്സാമ്പിൾ, നമ്മൾ പാർട്ണർഷിപ്പ് ബിസിനസ് തുടങ്ങിയപ്പോൾ പറഞ്ഞു നമ്മൾ 3 പേരുണ്ട്, നമ്മൾ തുല്യമായിട്ട് എന്ത് ചെയ്യും, നമ്മുടെ ബിസിനസ്സിൻ്റെ ലാഭം വീതിച്ചെടുക്കും. അങ്ങനെ ഇരിക്കെ ബിസിനസ്സിന് എത്ര ലാഭം കിട്ടി? 30,000 ലാഭം കിട്ടി വിചാരിക്കുക. അപ്പോൾ പാർട്ട്നേഴ്സ് ആരൊക്കെയാണ്? എ, ബി ആൻഡ് സി ആണെന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് ചെയ്യും? എക്ക് 10,000 കിട്ടും, ബിക്ക് ഒരു 10,000 കിട്ടും, സിക്ക് ഒരു 10,000 കിട്ടും. കാര്യം ഇവർ പറഞ്ഞ് എന്താ, തുല്യമായിട്ട് വീതിച്ചെടുക്കുമെന്നല്ലേ പറഞ്ഞേ. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം? റെക്കോർഡ് ചെയ്യണം. വെറുതെ നമ്മളിങ്ങനെ ഒരു കണക്ക് കൂട്ടി വീതിച്ചാൽ പോരാ, നമ്മൾ അക്കൗണ്ടിങ് അല്ലേ ചെയ്യുന്നത്, ഇതിനെല്ലാം പ്രോപ്പർ റെക്കോർഡുകൾ വേണം. അങ്ങനെ കിട്ടുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസിനെ എങ്ങനെയാണ് നമ്മൾ ഓണേഴ്സ് ഷെയർ ചെയ്തെടുക്കുന്നത്, അതിൻ്റെ അകത്ത് എന്തൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ വരണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ കാണിക്കുന്ന സ്ഥലമാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്പോർഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ. അപ്പോർഷൻ അല്ല, അപ്പോർഷൻ മീൻസ് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളൊരു ഐഡിയ ആണ്. അപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞു. ഇനി ലാസ്റ്റ് നമുക്ക് പറയാനുള്ള ഒരു അക്കൗണ്ടും കൂടെ ഉണ്ട്. അതാണ് നമ്മുടെ റിയലൈസേഷൻ അക്കൗണ്ട് എന്ന് പറയും. റിയലൈസേഷൻ അക്കൗണ്ട് ഇത് വരുന്നത് എവിടെയാണെന്നറിയോ? നിങ്ങൾ ഇതിൻ്റെ ഒരു എൻഡിലാകുമ്പോൾ നമ്മൾ എന്ത് പഠിക്കും? നമ്മൾ പല സിറ്റുവേഷൻസ് പഠിക്കും. പാർട്ണർഷിപ്പ് തുടങ്ങുമ്പോൾ ഉള്ളത്, പാർട്ണർഷിപ്പിൽ പുതിയ ആൾ ആഡ് ആകുമ്പോൾ, പാർട്ണർഷിപ്പിൽ ഒരാൾ റിട്ടയർ ചെയ്തോ മരിച്ചോ പോകുമ്പോൾ, അങ്ങനെ സിറ്റുവേഷൻ പഠിക്കുന്നതിൽ ഏറ്റവും അവസാന സിറ്റുവേഷനാണ് പാർട്ണർഷിപ്പിനെ നമ്മൾ ഡിസോൾവ് ചെയ്യും, നമ്മൾ ലിക്വിഡേറ്റ് ചെയ്യും. സാധാരണക്കാരൻ്റെ ഭാഷയെ പറഞ്ഞ് അടച്ചു പൂട്ടിക്കൊണ്ട് പോകും. അപ്പോൾ നമ്മൾ തുടങ്ങി ബിസിനസ് ലാഭത്തിലല്ല, അല്ലെങ്കിൽ ഇനി തുടരാൻ പറ്റില്ല എന്നൊക്കെ തോന്നി അടിയൊക്കെ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ബിസിനസ് നമ്മൾ നിർത്തിയിട്ട് പോകുമ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു അക്കൗണ്ടാണ് റിയലൈസേഷൻ അക്കൗണ്ട് എന്ന് പറയുന്നത്. റിയലൈസേഷൻ അക്കൗണ്ട് നിങ്ങൾക്ക് അറിയാമായിരിക്കാം. അതിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മളെല്ലാ അസറ്റിനെയും ലൈബിലിറ്റിനെയും റിയലൈസ് ചെയ്യും. ഒരു സാധാരണക്കാരന് മനസ്സിലാവുന്ന ഒരു ഭാഷയിൽ പറയുകയാണെങ്കിൽ, നമ്മളെല്ലാ അസറ്റും വിറ്റ് എല്ലാ ലൈബിലിറ്റികളും വീട്ടിയിട്ട് ബാക്കി വല്ലതും ഉണ്ടെങ്കിൽ ഓണേഴ്സിൻ്റെ ഇടയിൽ വീതിച്ച് കൊടുക്കും. ആ ഒരു പ്രൊസീജിയറുണ്ട്. ചുമ്മാ ഇങ്ങനെ ചെയ്യുന്നതല്ല, അതിന് കൃത്യം പ്രൊസീജിയറുണ്ട്. ആ രീതിക്ക് നമ്മൾ ചെയ്തു പോകും. അപ്പോൾ നമ്മൾ അടച്ചു പൂട്ടുമ്പോൾ പിന്നെ ഈ ബാക്കി കമ്പനിയുടെ അസറ്റൊക്കെ വച്ചിരിക്കുന്നതിൽ അർത്ഥമില്ലല്ലോ. അങ്ങനെ അസറ്റുകളെല്ലാം വിറ്റ് ലൈബിലിറ്റികളെല്ലാം കൊടുത്ത് തീർത്ത് ബാക്കി വല്ലതും ഉണ്ടെങ്കിൽ ഓണേഴ്സിന് വീതിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് റിയലൈസേഷൻ അക്കൗണ്ട് വരയ്ക്കുന്നത്. ഇപ്പം മാത്രമേ വരയ്ക്കത്തുള്ളൂ, നമ്മൾ ബിസിനസ് അടച്ചു പൂട്ടുകയാണെങ്കിൽ മാത്രമേ ഉണ്ടാക്കത്തുള്ളൂ. അപ്പോൾ ഇത്രയും അക്കൗണ്ടുകളാണ് നമ്മളിതിൻ്റെ അകത്ത് പഠിക്കാൻ പോകുന്നത്. ഒരു ബേസിക് ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. നമ്മളിതിനെ പ്രാക്ടിക്കൽ വെർഷൻ കാണും. ക്യാപിറ്റൽ അക്കൗണ്ടിന് 2 ടൈപ്പൊക്കെ ഉണ്ട്, 2 അപ്രോച്ചൊക്കെ ഉണ്ട്, അത് നമുക്ക് പഠിക്കാം. അപ്പോൾ ഓണേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടുണ്ട്, ഡ്രോയിങ്സ് അക്കൗണ്ടുണ്ട്, ഇൻട്രസ്റ്റ് പലതരത്തിൽ വരാം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്പോർഷൻ ഉണ്ട്, പിന്നെ ഉള്ളത് റിയലൈസേഷൻ അക്കൗണ്ട്, ലാസ്റ്റ് വരുന്ന ഒരു അക്കൗണ്ടാണ്. ഓക്കെ. പിന്നെ ഇതിനിടയ്ക്ക് ഞാൻ പറയാത്തൊരു സാധനമുണ്ട്, കറണ്ട് അക്കൗണ്ട്. അത് നിങ്ങൾക്ക് എവിടെയാണ് ഇപ്പോൾ പറഞ്ഞാൽ അത് എവിടെയാണ് ആപ്ലിക്കബിൾ ആകുന്നത് നിങ്ങൾക്കൊരു ധാരണ കിട്ടത്തില്ല. അതുകൊണ്ട് ഞാനത് ആ സമയം പറയാം. ഓക്കെ. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, ജസ്റ്റ് കീപ്പ് വാച്ചിങ്. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എന്ത് തരാം, ഇതേപോലെ ക്ലാസ്സസ് ഒന്നും ചെയ്യാം. എന്തുണ്ടെങ്കിലും താഴെ കമൻറ്റ് ചോദിക്കുക, ഇല്ലെങ്കിൽ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പുണ്ട്, ധൈര്യമായിട്ട് അവിടെ വന്ന് ചോദിക്കാം. ഓക്കെ. നമ്മൾ അക്കൗണ്ടിങ്ങിൻ്റെ കാര്യത്തിൽ എന്തായാലും നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്ത് കൂടി തന്നെ ഉണ്ട്. താങ്ക് യു ഓൾ.